മധ്യപ്രദേശിലെ ജബൽപൂരിലെ കത്തോലിക്ക സ്കൂളിൽ അതിക്രമം. സെയിന്റ് അലോഷ്യസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ജയ് ശ്രീറാം വിളികളോടെ സ്കൂൾ തല്ലി തകർത്തു. വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉള്ളപ്പോഴുണ്ടായ അതിക്രമം പോലീസിനെ അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അരവിന്ദ്, ഉത്തരേന്ത്യയിൽ ഇത്തരം വാർത്തകൾ നിരവധി കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്കൂളിലേക്ക് ബജ്രംഗ് ദൾ ആക്രമണം അഴിച്ചുവിടുന്നു, അതും മതപരിവർത്തനം ആരോപിച്ച്, അല്ലേ? മുൻകാലങ്ങളിൽ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലടക്കം ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ അതിക്രമത്തിന്റെ വാർത്തകൾ പുറത്തു വന്നു. ചാണകം തിന്നുന്നവന് അല്ലെങ്കിലും സ്കൂളുകളുടെ ആവശ്യമില്ലല്ലോ. ചാണകം തിന്നുന്നവന് എന്താ വേണ്ടത്? ചാണകം തിന്നുന്നവന് ഗോശാലകൾ വേണം, എന്നാലല്ലേ നക്കാൻ കിട്ടുകയുള്ളൂ, അല്ലേ? ഇതിപ്പോ മധ്യപ്രദേശിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത മാത്രമാണ്. ആരും ഞെട്ടണ്ട. എന്താ കാരണം? സ്കൂളുകളിൽ മതപരിവർത്തനം നടത്തുന്നു. സെയിന്റ് അലോഷ്യസ് സ്കൂളിനെതിരെ തല്ലി തകർത്തു RSSകാര്, സംഘപരിവാറുകാര് ജയ് ശ്രീരാം വിളികളുമായി വന്നിട്ട് തല്ലി തകർത്തു. ഇത് കേൾക്കുമ്പോ എനിക്ക് വലിയ പുച്ഛമാണ് തോന്നുന്നത്. ശ്രീരാമന്റെ പേര് പറഞ്ഞിട്ട് സ്കൂള് തല്ലി തകർക്കുന്നു. ആ ആളുകൾ തന്നെ ശ്രീരാമനെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം കൊള്ളയടിച്ചത് സംഘപരിവാർ. ആ സംഘപരിവാർ ജയ് ശ്രീരാമന്റെ പേരിൽ ജയ് ശ്രീരാം വിളികളുമായി വന്ന് രാജ്യത്തുടനീളം അക്രമങ്ങൾ അയച്ചുവിടുന്നു, അല്ലേ? ഇത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നാണെങ്കിൽ കഴിഞ്ഞ മാസമാണ് ഡൽഹിയിലെ മൗണ്ട് ഒലിവറ്റ് സ്കൂളിൽ ഇതേ രീതിയിൽ സമാനമായ അക്രമം സംഘപരിവാർ പ്രവർത്തകർ നടത്തിയത്. അന്ന് ആവശ്യം എന്തായിരുന്നു? അന്നും ഇത് തന്നെയായിരുന്നു. കാരണം മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചിട്ട്. എന്നിട്ട് എന്താ ആവശ്യം? സ്കൂൾ ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ഗോശാല നിർമ്മിക്കണം. എന്തിനാ? എന്നാലാണ് ഈ പശുക്കളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി പട്ടിണിക്കിട്ട് കൊന്നിട്ട് ഈ പറയുന്ന അന്താരാഷ്ട്ര അല്ലെങ്കിൽ കോർപ്പറേറ്റ് അറവുശാലകൾക്ക് ഇവറ്റകളെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ റോ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടിയാൽ, സൗജന്യമായിട്ട് കിട്ടിയാലല്ലേ ഈ പറയുന്ന ബീഫ് എക്സ്പോർട്ട് ബിസിനസ് തഴച്ചു വളരുകയും പ്രോഫിറ്റ് മാർജിനിൽ വലിയ വർധനവുണ്ടാവുകയും, ആ പ്രോഫിറ്റ് മാർജിനിൽ വലിയ വർധനവുണ്ടായാൽ അത് BJPക്ക് അതിന്റെ ഷെയർ ഇരട്ടിയിലധികം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോ ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ 20-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു ബില്ലെന്ന് പറയുന്നത് അത് FCRA ബില്ലാണ്. എന്ന് പറഞ്ഞാൽ ഫോറിൻ ഫണ്ടിങ് തടയാൻ വേണ്ടിയുള്ള ബില്ല്. ലക്ഷ്യം ആരെയാണ് ഉന്നം വെക്കുന്നത്, ആരെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. തിരിച്ചറിവ് ഉണ്ടാകുന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ തുടർന്നു കൊള്ളുക. അവസാനം കത്തി ഇപ്പോ വിദ്യാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും കഴുത്തിലാണ് കത്തി വെക്കുന്നതെങ്കിൽ ആ കത്തി കടാര ഉടനടി കഴുത്തിലും എത്തുമെന്നുള്ളതാണ്. തിരിച്ചറിവ് വളരെ പ്രധാനമാണ്, അല്ലെ? അരിയാഹാരം കഴിച്ചിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ രീതിയിൽ അപകടകരമാണ്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ല. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ചാണകം തിന്നുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നരല്ലാത്ത, അഭ്യസ്ത വിദ്യരല്ലാത്ത, ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രാജ്യത്ത് വേണ്ടത് വിദ്യാഭ്യാസമല്ല. കാരണം എന്താ? വിദ്യാസമ്പന്നരായ ആളുകള് ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വാക്താക്കളാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്. കിട്ടില്ല. അഭ്യസ്ത വിദ്യരല്ലാത്തവരെ എന്താക്കാൻ കഴിയും? വെറുപ്പും വിദ്വേഷവും കുത്തി നിറക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ബംഗാളിൽ നിന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു എന്താ പറയേണ്ടത് ചർച്ച്
ജയ് ശ്രീരാം വിളികളുമായി വന്ന സംഘ് പരിവാർ പ്രവർത്തകർ തല്ലി തകർത്തത്. അതിന് മുൻപത്തെ മാസമാണ് ഡൽഹിയിലെ മൗണ്ട് ഒലിവറ്റ് സ്കൂളിനെതിരെ ഇതേ രീതിയിൽ സമാനമായ ആക്രമണം ഉണ്ടായത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് CBCIയുടെ പ്രതിനിധികള് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചെന്ന് കണ്ടത്. തങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആശങ്ക അറിയിച്ചത്. കുറുക്കന്റെ കയ്യില് കോഴിയെ ഏൽപ്പിക്കുന്ന അതേ സിറ്റുവേഷൻ അല്ലേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചെന്ന് കണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? വളരെ കൃത്യമാണ്. ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത്. അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെ ചെന്ന് കണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ക്രൈസ്തവം മാത്രമൊന്നല്ല, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ കാണാനോ അതിനെ കേൾക്കാനോ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് സമയമില്ല. അവിടെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ നിരാഹാര സമരം നടത്തുന്നു. ചാവുകയാണെങ്കിൽ ചാവട്ടെ, ഒരു തെരുവ് പട്ടിയുടെ വില പോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മനോഭാവം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കുന്നു, മറുഭാഗത്ത് വിദ്വേഷവും വെറുപ്പും കുത്തി നിറച്ചു കൊണ്ടേയിരിക്കുന്നു. രാജ്യത്തെ സംഘ് പരിവാർ സ്പോൺസേഡ് കലാപങ്ങൾ, അക്രമങ്ങൾ, ആൾക്കൂട്ട അക്രമങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമും ക്രൈസ്തവനും മാത്രമല്ല, ദളിതനും ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ വാസസ്ഥലങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു, ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ഈ പാവങ്ങളെ നിരാലംബരായിട്ടുള്ള ആളുകളെ അടിച്ചോടിക്കുന്നു. ഉത്തരാഖണ്ഡിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ വരുന്ന കാഴ്ചകള് അത്തരത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, എല്ലാം അധികാരം നിലനിർത്താൻ വേണ്ടി. ഇപ്പൊ FCRA ബില്ല് 2026 ഏപ്രിലിൽ കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതാ. അവസാന നിമിഷം പിൻവാങ്ങി. എന്തായിരുന്നു കാരണം? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത്. ഇപ്പോ ആ ബില്ല് വീണ്ടും കൊണ്ടുവരിക. ഈ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ജനപ്രതിനിധികളെ ചാക്കിട്ട് പിടിക്കുന്ന ഏർപ്പാട്. കാരണം ബില്ല് കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ പേരിൽ ഡീലിമിറ്റേഷൻ ബിൽ പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോ ബംഗാളിൽ നിന്ന് 21 MP-മാർ, മഹാരാഷ്ട്രയിൽ നിന്ന് NCPയുടെയും ഉദ്ധവ് താക്കറെയുടെയും MP-മാര്, പഞ്ചാബിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ MP-മാരെയൊക്കെ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞു. അപ്പോ 3/2 ഭൂരിപക്ഷം ആയിട്ടുണ്ട്. FCRA ബില്ല് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് 1 നേഷൻ 1 ഇലക്ഷൻ ആണ്. മനസ്സിലാക്കണം. അപ്പൊ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും അട്ടിമറിച്ചുകൊണ്ട് പല നിയമനിർമ്മാണങ്ങളും നടത്തുകയും, മറുഭാഗത്ത് സംഘ് പരിവാർ സ്പോൺസേർഡ് കലാപങ്ങൾ, ആൾക്കൂട്ട അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സംഘ് പരിവാറിന് വേണ്ടി കുഴലൂതുന്ന ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലത്. അല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് കരുതുന്നതെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ സംഘ് പരിവാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരാളെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സംഘ് പരിവാറിന് സാധിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഒക്കെ നിയന്ത്രണം അവരുടെ കയ്യിലായതുകൊണ്ട്
ഫണ്ടിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. ആവശ്യത്തിലധികം ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രീരാമ ഭഗവാനെയാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെയാണെങ്കിലും ആരെ കൊള്ളയടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഫണ്ട് വേണം. എന്നാലേ ഈ കുതിര കച്ചവടങ്ങൾ നടക്കുകയുള്ളൂ. എന്നാലേ ഈ സ്പോൺസേർഡ് കലാപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബാബ രാംദേവിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായി. എന്താണ്? രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കുന്നതിൽ ആരും ഭയപ്പെടുകയൊന്നും വേണ്ട, ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും അവകാശങ്ങളൊന്നും ധ്വംസിക്കപ്പെടില്ല എന്നുള്ളതാണ് അവകാശവാദം. ഈ രാജ്യം നിലവിൽ ഒരു മതേതരത്വ രാജ്യമാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷെ ഇവിടെ നിരന്തരമായി അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയുള്ള തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൈയാളിക്കൊണ്ടിരിക്കുന്ന ആളുകളുടേത് തന്നെയാണ് എന്നുള്ളതാ. അപ്പോ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.